ദിവസം ഞാനിങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന സെമിനാരിയിൽ ഇങ്ങനെ പത്രം വായിക്കുന്നൊരു മുറിയുണ്ട്. ആ മുറിയിൽ പല പല പത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പത്രം എടുത്ത് ഇങ്ങനെ വെറുതെ വായിക്കുകയാണ്. അങ്ങനെ ഓരോ പേജുകൾ ഇങ്ങനെ മറച്ച് പോയപ്പോൾ നിങ്ങളുടെ ഈ ആഴ്ച ഇങ്ങനെ എഴുതിയിരിക്കുക. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, വാരഫലം അതാണ് കൊടുത്തിരിക്കുക. അപ്പം ഞാനിങ്ങനെ എൻ്റെ ജനിച്ച നാളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് എന്താണോ എന്നെ പറ്റി എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഞാനിങ്ങനെ വായിച്ചു നോക്കുകയാണ്. എങ്ങനെ അത് വായിച്ച് വേറെ പലതും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വേറെ പലരുടെയും നാളുകളൊക്കെ എഴുതിയതും ഒക്കെ വായിച്ച് ഞാൻ ആ പത്രം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വീക്കിയിട്ടിട്ട് ഓരോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കി എഴുന്നേറ്റ് പോകുന്നു. എഴുന്നേറ്റ് ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ ഒരു സഹോദരി എന്നെ വിളിക്കുക, ഒരുപാട് വരദാനങ്ങളുള്ള ഒരു സഹോദരി എന്നെ ഫോൺ വിളിക്കുക. അപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുകയാണ്. ആ സഹോദരിയാണെങ്കിൽ ഒരു അന്യമതത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരി, ഒരുപാട് വരദാനങ്ങൾ കൊടുത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആ വ്യക്തി എന്നെ വിളിച്ച് ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് അവസാനം ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ആ സഹോദരി പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തന്നേ എന്നോട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്നാൽ നീ കണ്ണടച്ച് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു തരാമെന്നുകൊണ്ട് ആ സഹോദരി ഫോണിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫോണിലൂടെ പ്രാർത്ഥിച്ച് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നീ വാരഫലം നോക്കിയോ? ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഏതാനും മിനിറ്റുകളായിട്ടുള്ള വാരഫലം നോക്കിയിട്ട്, അതും തമാശയ്ക്ക് വെറുതെ ഇങ്ങനെ പത്രത്തിൽ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി കണ്ണതിലേക്ക് പോയി ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി പോകുന്നുള്ളൂ. പക്ഷേ ഇത് കർത്താവ് കണ്ടു എന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. അപ്പം ഞാൻ ആ സഹോദരി പറഞ്ഞു, ചേച്ചി ഞാനത് സീരിയസ് ആയിട്ട് നോക്കിയതല്ല, ഞാൻ വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് നോക്കിയതാണ്. ആ സഹോദരി ബാക്ക്ഗ്രൗണ്ട് ഒരു ഹൈന്ദവ സ്ത്രീ ആയിരുന്നു. പിന്നീട് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് നമ്മുടെ മാമോദിസ സ്വീകരിച്ച് വന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആ വ്യക്തിയുടെ വിശ്വാസ ബോധ്യം ആ സഹോദരി പറഞ്ഞു, തമാശയ്ക്ക് പോലും ബ്രദർ നോക്കരുത്. ഞാൻ ബ്രദർ തമാശയ്ക്ക് പോലും ഇങ്ങനെ വാരഫലം നോക്കരുത്, ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേരാണ് തമാശ എന്ന നിലയിൽ ഈ വാരഫലം, അതുകൊണ്ടാണല്ലോ കർത്താവ് ഇങ്ങനൊരു സന്ദേശം തന്നത്, വാരഫലം നോക്കരുത്. അത് ശക്തമായ ഒന്നാം പ്രമാണ ലംഘനമാണ്. തമാശയ്ക്ക് പോലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക്. ചെറിയ തെറ്റാണെന്ന് നമ്മൾ കരുതും, ചെറിയ തെറ്റെല്ലാം തന്നെ കരുതിക്കൊണ്ടിരിക്കും. പക്ഷെ വലിയ ബ്ലോക്ക്, അത് വലിയൊരു സഹനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം മത്തായി സുവിശേഷം 4-ാം അധ്യായം മരുഭൂമിയിലെ പരീക്ഷ. ഈ വചനഭാഗം 1 മുതൽ തിരുവചനം 11 വരെയുള്ള നമ്മൾ ഏറ്റുപറയുക. ഈ വചനം ഏറ്റുപറയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റുപറയുക. യേശുവിനെ മാത്രം ഹൃദയത്തിൽ പൂജിക്കാനും ആരാധിക്കാനും തീരുമാനമെടുത്തുകൊണ്ട് ഈ ഒരു മേഖല മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വചനം ഏറ്റുപറയാനെന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാവരും ഏറ്റുപറയുന്നു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും
അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനേ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുന്നു. സത്യദൈവത്തെ ആരാധിക്കുന്നു. ഏക ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തമാശയ്ക്ക് പോലും